നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ പ്രശ്നം ഞാൻ നിന്നെ വന്ന് കണ്ടതും അവിടുന്ന് ആഹാരം കഴിച്ചതുവാ. അത് നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ ആന്റി? അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആന്റിയുടെ കാര്യങ്ങൾക്കൊരു പരിഹാരം കാണുകയാണല്ലോ നമ്മുടെ ലക്ഷ്യം. ഓ, അതൊന്നും അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്നെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീട് ഭാഗം വെച്ച് പിരിയാന്ന് വരെ ഞാൻ പറഞ്ഞു നോക്കി. അപ്പൊ എല്ലാം വിട്ടു തന്നിട്ട് അവൻ പോയിക്കോളാന്നാ ഇന്ദ്രൻ പറയുന്നത്. അവളോ? ആ അനുപമേ, അവളതിന് ഓക്കെയാണോ? ഏയ്, എന്റെ സ്വത്ത് ഭാഗം വെക്കുന്നില്ല, അവളെന്ത് പറയാനാ? അതിന്റെ തീരുമാനം എടുക്കേണ്ടത് ഇന്ദ്രനല്ലേ? പിന്നെ ഒഴിഞ്ഞു പോവാമെന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോ സത്യരോ ഏട്ടന്റെ പുറകെ ഇറങ്ങുന്നാ പറഞ്ഞത്. രണ്ടാൾക്കും പോകാൻ ഭാര്യ വിടണ്ടല്ലോ. സോനിക്ക് മാത്രമാ പോകാൻ ഇടവില്ലാത്തത്. വേണമെങ്കിൽ അവക്കും എനിക്കിവിടെ സുഖമായിട്ട് ജീവിക്കാം. പക്ഷേ ഇന്ദ്രനെ എനിക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. എന്റെ മരണം വരെ എന്നെ നോക്കേണ്ടവൻ ഇനിയുള്ള കാലം അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കും. അത് ആന്റി അതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. സ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യം ആന്റി പറയണ്ടായിരുന്നു. അത് ഇന്ദ്രന് ആ വീട്ടിൽ നിന്ന് പോകാനുള്ള വഴി തുറന്നു കൊടുക്കലാവും. ആന്റി, ഞാൻ ആന്റിയോട് പറഞ്ഞതെന്താ? ആന്റിക്ക് സ്വന്തം വീട്ടിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചും വിശപ്പ് മാറി ഭക്ഷണം കിട്ടാതിരിക്കുന്നതിനെ കുറിച്ചും ഇന്ദ്രനെ ബോധ്യപ്പെടുത്തണമെന്നല്ലേ? ഒരുതരം ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്. ആന്റി, അതിന് മാത്രമേ അവൻ വീഴൂ. അതിന് അവനെ എന്റെ മുമ്പിൽ നിന്ന് തനിച്ച് കിട്ടണ്ടേ കർഷേ? അവനറിയാം എന്റെ കണ്ണിൽ നോക്കി എതിർത്തൊരു വാക്കു പറയാൻ അവന് കഴിയില്ലെന്ന്. അതുകൊണ്ട് എനിക്ക് പിടിതരാതെ നടക്കുക അവൻ. അതെ, ഞാൻ ആലോചിക്കുന്നത് അവനെ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ എന്താണൊരു വഴിയെന്നാ. നിന്റെ വീട്ടിൽ നിന്ന് വന്ന ശേഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് കുടിവെള്ളം പോലും കുടിച്ചിട്ടില്ല. പട്ടിണി സമരം തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. ഏയ്, അത് വേണ്ട ആന്റി. അമ്മ പട്ടിണി കിടക്കുന്ന കാര്യം പോലും ബാക്കിയുള്ളവർ ചിലപ്പോൾ അവനെ അറിയിച്ചില്ല എന്നും വരും. ഇനി നമുക്കൊരു ചെറുത്തുനിൽപ്പ് നടത്തി നോക്കാം. അതും എല്ലാവരുടെയും മുന്നിൽ വെച്ചൊരു പ്രത്യക്ഷ സമരം. എന്ന് വെച്ചാ ആന്റി, ഞാനിത് പറയാം. ആന്റി ശ്രദ്ധിച്ച് കേൾക്കണം. നാളെ തന്നെ അത് നടപ്പിലാക്കുകയും വേണം. ശരി ഹർഷേ, നീ പറ.